ഞാൻ ദൈവത്തോട് പ്രാർത്ഥിക്കും, കർത്താവ് ഇതൊന്ന് മാറ്റിത്തരണം, ഈ വീടിൻ്റെ കച്ചവടം, വസ്തുവിൻ്റെ കച്ചവടം ഒന്ന് നടത്തിത്തരണം. ദൈവമേ അങ്ങോട്ടുള്ളൊരു വഴി തുറക്കണം. ദൈവമേ എനിക്ക് ഈ സൗഖ്യം വേണം, ഇന്ന് വേണം, ഇത്രാം തീയതി വേണം, നാളെ വേണം, എൻ്റെ മകൾക്ക് അത് വേണം, എൻ്റെ മകന് ഇത് വേണം, എനിക്കിത് വേണം. ഇതൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകളിൽ പരിഭവപ്പെട്ടിട്ട് വന്ന ദൈവകൃപയെ കാണാതിരിക്കരുത്. ഉത്തരം കിട്ടാത്ത പ്രാർത്ഥനകൾ എന്താ സംഭവിക്കുന്നത്? അതാ ഈ വാക്യത്തിൽ കണ്ടത്. എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എന്തെന്നാൽ ബലഹീനതയിലാണ് എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. എൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത് ബലഹീനതയിലാണ്. എൻ്റെ പദമൊന്ന് ഞാൻ എൻ്റെ ശക്തി നിന്നിൽ പൂർണ്ണമായി പ്രകടമാകുന്നത് നിൻ്റെ ബലഹീനതയിലാണ്. നോക്കൂ, അപ്പോൾ ബലഹീനത ദൈവത്തിൻ്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകാനുള്ള അവസരമാണ്. നമ്മളിങ്ങനെ ബലഹീനതയെ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ബലഹീനരാകുമ്പോൾ അപകടം സംഭവിക്കുകയല്ലോ, ഒരവസരം ലഭിക്കുകയാണ് ദൈവത്തിന്. എന്തിനാണ്? അവിടുത്തെ ശക്തിയുടെ വലിപ്പം എന്നിൽ കാണിക്കുവാനായി. ഒന്ന് ഓർത്തു നോക്ക്. നിങ്ങൾ അശക്തരായപ്പോൾ, ബലഹീനരായപ്പോൾ, നാം അശക്തരായപ്പോൾ, തളർന്നപ്പോൾ, തകർന്നപ്പോൾ ഏറ്റവും കൂടുതൽ ദൈവകൃപ നമ്മിലേക്ക് പാഞ്ഞിറങ്ങുന്നത് നമ്മൾ അനുഭവിക്കുകയായിരുന്നു. എങ്ങനെയാണ് നമുക്ക് അനുഭവിക്കാൻ പറ്റുന്നത്? അതാണ് ഈ വചനത്തിൽ നമ്മൾ കാണുന്നത്. എന്നെ വിട്ടകല ഞാൻ 3 പ്രാവശ്യം കർത്താവിനോട് അപേക്ഷിച്ചു, എന്നാൽ അവിടുന്ന് എന്നോട് അരുൾ ചെയ്തു, നിനക്ക് എൻ്റെ കൃപ മതി, എൻ്റെ കൃപ നിനക്ക് മതി. ഗ്രേസ് ഈസ് എ ഡിവൈൻ എബിലിറ്റി. കൃപ എന്ന് പറയുന്നത് ദൈവീക ശക്തിയാണ്. ബലഹീനമാകുന്ന ഇടത്തേക്ക് ബലം പകരുന്ന ദൈവിക ശക്തിയാണ് കൃപ. അർഹതയില്ലാത്ത സ്ഥാനത്ത് ലഭിക്കുന്ന ദാനമാണ് കൃപയെന്നാണ് പൊതുവെയുള്ള വെപ്പ്. പക്ഷെ അല്ല, അർഹതയില്ലാത്ത സ്ഥാനത്ത് ദൈവം ചൊരിയുന്നതിനെ കരുണയെന്നാണ് പറയുന്നത്. ദൈവത്തിൻ്റെ കരുണയാലാണ് ദൈവം ചെയ്യുന്നത്. ദൈവത്തിൻ്റെ കൃപ എന്താണെന്നറിയാമോ? ബലഹീനമായ സ്ഥലത്തെ ബലമുള്ളതാക്കാൻ ആ ബലഹീനതയിലേക്ക് ചൊരിഞ്ഞിറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ബലമാണ് കൃപ.